കേട്ടോ കേട്ടാ കരയണ്ട മാമ കരയണ്ട കരയണ്ട കേട്ടാ പോട്ടെ പോട്ടെ കരയണ്ട മാമിയുണ്ട് കരയണ്ട പോട്ടെ പോട്ടെ കരയണ്ട കുട്ടാ മാമിയുണ്ട് കരയണ്ട മുറുക്കിണ് ബിരിയാണി റെഡിയായി ചൂടാണ് ശരിക്കുട്ടാ കണ്ടില്ലേ ചിക്കനും ഉരുളക്കിഴങ്ങും മുട്ടയും എല്ലാം ഉണ്ട് ഇതാ ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ബിരിയാണി ചിക്കനിൽ നിറച്ച് ചുട്ടെടുക്കാൻ ആ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കുട്ടൻ നമുക്ക് ഉണ്ടാക്കുക. ആ ശരി. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു ഫുൾ ചിക്കൻ, 1 മണിക്കൂർ കുതിർത്തിയ ബസ്മതി അരി, കുറച്ച് തൈര്, തക്കാളി, കാടമുട്ട, കോഴിമുട്ട, ചെറിയ ഉരുളക്കിഴങ്ങ് ബേബി പൊട്ടാറ്റോ, വലിയുള്ളി, പട്ടകറാമ്പ്, ഏലക്കായി, ചിക്കൻ മസാലപ്പൊടി, മുളക്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിയില, പുതിനയില, നാരങ്ങ, ഉപ്പ്, ഷിസ്വാൻ സോസ്, തക്കാളി സോസ്. അപ്പോൾ ശരിക്കുട്ടി ഉണ്ടാക്കുക. ചിക്കനിൽ നമുക്ക് ഉപ്പ് തേച്ച് പിടിപ്പിക്കാം. ആദ്യം ഉപ്പൊക്കെ പിടിച്ചിരിക്കട്ടെ. അപ്പോൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. കുറച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് നമ്മൾ ആദ്യം പുരട്ടി വെച്ചിട്ടുണ്ട്, ചെറുനാരങ്ങ നീര്, തക്കാളി സോസ് കുറച്ച്, ഷിസ്വാൻ സോസ്, അത് പറഞ്ഞാൽ എരിവുള്ള മുളകാണിത്. ഷിസ്വാൻ സോസ് അതിൻ്റെ സോസാണ്. മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുറച്ച് തൈരും, 2 സ്പൂൺ തൈരും. ഇതാണ് നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ഇച്ചിരി ഇളക്ക് നന്നായിട്ട്. ഇളക്ക് നന്നായി ഇളക്ക്. ഇനി കോഴിമുട്ടയും പിന്നെ ഒരു 3-4 കാടമുട്ടയും വേവിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പിടുക കേട്ടോ ചെയ്യാ. അപ്പം മുട്ട വെന്തിട്ടുണ്ട്, നമുക്ക് എടുക്കാം. മുട്ടയും ഉരുളക്കിഴങ്ങും വേകാൻ വെച്ച് വെന്തു, നമുക്കത് എടുക്കാം. അരി വേവിക്കാനുള്ള വെള്ളം ഒഴിക്കും സിജു. സിജു എന്നാൽ ഇതൊരു പട്ടകറാമ്പ് വരെ കൈയിട്ട് വെള്ളത്തിലേക്ക്. ഉപ്പിടും. വെള്ളം തിളച്ചു. അവിടെ അരി ഇടുക. ഇനി സിജു അരി ഇടും. പിടിക്കും 2 പിടിക്കും അരി ഇടും. ചെറുനാരങ്ങ, പകുതി ചെറുനാരങ്ങ, എല്ലാം മണം നോക്കുക തന്നെ. ഇത് കുടിച്ചോ? നാരങ്ങ വെള്ളം കുടിച്ചോ? നാരങ്ങ വെള്ളം കുടിച്ചു. ശരി. ഈ പാത്രം പുതിയത് വാങ്ങിയാണ്. ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ചോറ് വാരി ഇതിലിട്. തിളച്ച് ചോറ് വാരിയിട്. വാരിയിട് ചോറ് വാരിയിട്. ചോറ് വാരിയിട്ട ശരി. ശരിക്കുട്ടാ, നമ്മളിന്ന് എന്താണെന്നറിയ ഉണ്ടാക്കുന്നത്? ബിരിയാണി ചുട്ട് തിന്നുക ചിക്കനിലിട്ടിട്ട് കേട്ടാ. കുറച്ച് ഓയിൽ ഒഴിക്ക് സിജു. എന്നാ കുറച്ച് ഓയിൽ ഒഴിക്ക്. കുറച്ച് ഓയിൽ ഒഴിക്ക്. മതി ഒഴിക്ക് ശരിക്കുട്ടാ. കുറച്ച് നെയ്യ് ശരിക്കുട്ട. പട്ടകറാമ്പിട്. ചിക്കൻ മണവും നോക്കണ്ട. മണമൊക്കെ ഇളക്ക്.
പച്ചമുളക് ഇട്. ഇളക്ക്. മല്ലിയരി ഇട്. ഇഞ്ചി പേസ്റ്റ് ഉണ്ട് കേട്ടോ സിജ. വെളുത്തുള്ളി പേസ്റ്റ്. ഗരം മസാല ഇട്. കൂടി ഇട്ടിട്ട് സിജ സിജ വളക്ക്. തൈര് സിജ വളക്ക്. തക്കാളി ഇട്. തക്കാളി. സിജിക്കുട്ട ഉപ്പ്. ഉരുളക്കിഴങ്ങ് ബേബി പൊട്ടാറ്റോ. കോഴിമുട്ടയും കാടമുട്ടയും. വിട്ടതില് ചീറ്റ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുട്ട പകുതി വന്ന ചോറിടുക. മസാല വന്ന സിജിക്കുട്ട. മസാലയും ചോറും സൂപ്പറായിട്ടില്ല സിജിക്കുട്ട. അതാ സിജിക്കുട്ട ബിരിയാണിയും ഇതൊക്കെ ഇതിൽ നിറയ്ക്കാട്ടാ. ചോറ് മുക്കാ വേവായ ചോറ്, കോഴിമുട്ട, ഉരുളക്കിഴങ്ങ്, ബേബി പൊട്ടാറ്റോ. സിജിക്കുട്ട നമുക്കിനി സിജിക്കുട്ട ഇതിനെ കമ്പിയും കൊണ്ട് തുന്നിക്കെട്ടുകയാണ് മാമ. അല്ലെങ്കിൽ മൂട്ടിൽ കൂടെയൊക്കെ പോകും. പക്ഷികളൊക്കെ കത്തിന് കണ്ടില്ല സിജിക്കുട്ട. കാലിനങ്ങനെ താത്തിക്കെട്ടുണ്ട്. എന്തിനാ പറഞ്ഞാൽ നമ്മുടെ ചട്ടിയിൽ എന്നാലേ കൊള്ളുള്ളൂ. അപ്പോൾ അതിനാണ് ചേർത്തിക്കെട്ടുന്നത്. കാലിനെ ഇറക്കിയിട്ട് ഇങ്ങനെ. പറഞ്ഞോ. അപ്പോൾ നമുക്ക് ചിക്കനിൽ നേരത്തെ കലക്കി വെച്ച മസാല ഇവിടെ തേച്ച് വിടാം. മസാലയൊക്കെ നന്നായി നേരത്തെ ഉപ്പ് തേച്ച് വെച്ചാണ്. ഈ മസാലയും കൂടി തേച്ചാൽ വൃത്തിയായി. സിജിക്കുട്ട മസാല കലക്കി വെച്ചൊക്കെ നന്നായി നമ്മളിതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലിട്ട് ചുട്ടെടുക്കാനാണ് പരിപാടി. നമ്മളിതിൽ പൊതിയണത് കരിയാണ്ടിരിക്കാനാണ്. ചിക്കനൊക്കെ പൊതിഞ്ഞു. ചൂടാനുള്ള ചിക്കനെ ചട്ടിയിൽ നിറക്കിയാണ് സിജിക്കുട്ട. നിറച്ചോ. മോടിക്കാം. നമുക്ക് ചൂടാൻ പോകാം കേട്ടാ. ബാക്കി കുറച്ച് ചോറിന് അതിൽ കൊള്ളില്ല ഉള്ളിൽ. അപ്പോൾ കുറച്ച് സൈഡിൽ അത് കിഴികെട്ടിയിട്ട് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. ഈ ഫോയിലിൽ പൊതിഞ്ഞിട്ട്. ഇത് സിജിക്കുട്ട മൂടും. അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുക. ഇനിയാണ് നമ്മുടെ പണി. പുറത്തുള്ള പണികൾ. നമുക്കൊരു തീ കത്തിക്കാം കേട്ടാ. എവിടെയെങ്കിലും ഇട്ടൊരു കാര്യം മേലെ കൊണ്ടുപോയി. ഷിജു എന്താ ചൂടാൻ വെച്ചിരിക്കണത്? പറഞ്ഞതാ പറയും. ചുട്ടത് ബിരിയാണി പറ. ചിക്കൻ ചുട്ടത്. അവിടെ ചൂടാണ്. അവിടെ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളിത് എടുക്കാൻ പോവുകയാണ്. എന്താ ഇതൊന്നും അറിയില്ല. തുറന്നാലേ അറിയുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞു. എടുക്കുകയാണ്. വന്നിട്ട് ജീവനിങ്ങനെ ചീത്ത പറയുന്നത്. എന്തിനാ സങ്കടം വന്നു? മാലിക്കുട്ടിക്ക് എന്തിനാ കരയണ്ടമ്മ. മാമയുണ്ട് കേട്ടാ. കരയണ്ട. എന്തിനാ കരയണത്? കരയണ്ടമ്മ. മാമയുണ്ട്. കരയണ്ട കേട്ടോ കേട്ടാ. കരയണ്ട മാമ. കരയണ്ട.
കരയണ്ട കേട്ടാ. പോട്ടെ പോട്ടെ കരയണ്ട, മാമിയുണ്ട്, കരയണ്ട. പോട്ടെ പോട്ടെ കരയണ്ട കുട്ടാ, മാമിയുണ്ട്, കരയണ്ട. കണ്ണിലൊക്കെ ഇനി എരിയും. ഇങ്ങനെ അവന് കടിച്ചു, അതിനാണ് ഞാൻ ചീത്ത പറഞ്ഞത്. ക്ഷമയില്ലാണ്ട് വെറുതെ പെട്ടെന്ന് കയ്യിലൊക്കെ കടിച്ച. കരയണ്ട കരയണ്ട കേട്ടോ കുട്ടാ, കരയണ്ട. ഇപ്പൊ ചീത്ത പറഞ്ഞാലൊക്കെ അറിയാൻ തുടങ്ങിയില്ലേ. എന്തിനാ എന്നെ ഇങ്ങനെ ചീത്ത പറയുന്ന കൊണ്ട്? ശരി, കടിച്ചപ്പോഴല്ലേ അമ്മ ചീത്ത പറഞ്ഞത്. ഇനി കടിക്കാൻ പാടില്ല കേട്ടോ. കരയണ്ട കുട്ടാ, കരയണ്ട. മാമ ബിരിയാണിയൊക്കെ ഇപ്പൊ തരാ, ചിക്കൻ തരാ. കരയണ്ട കേട്ടാ. നമുക്ക് അറിയണ്ട. പോട്ടെ, മനുഷ്യന്തിരി കുട്ടിയല്ലേ. ഇല്ലേ, പോട്ടെ. കടിച്ചിട്ടല്ലേ. ക്ഷമയില്ലാണ്ട് കയ്യിലൊക്കെ കടിച്ച എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ അതൊക്കെ അവനക്ക് അറിയും. പോട്ടെ. ചീക്കൂട്ട് കൈ കടിച്ചിട്ടല്ലേ അമ്മ ചീത്ത പറഞ്ഞത്. ശരി, പോട്ടെ. നമുക്കിതൊക്കെ ശരിയാക്കാം. വേദന വന്നില്ല കയ്യിലൊക്കെ, അതുകൊണ്ടല്ലേ അമ്മ ചീത്ത പറഞ്ഞത്. എന്തിനാ കയ്യിൽ കടിച്ചു പറഞ്ഞിട്ട്. പോട്ടെ 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 പോട്ടെ. ശരി, നീ അത് പോട്ടെ. ചങ്ങടി കുട്ടിയല്ലേ. തുറക്കുണ്ട്. എന്തായിന്നൊന്നും അറിയില്ല, എന്തായിന്നറിയില്ല. എടുക്കുന്നുണ്ട്. ഇതാ, ചിക്കനൊക്കെ നന്നായി വെന്തു. ഭയങ്കര ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. ചീക്കുട്ടാ, കരയണ്ട. ചിക്കനൊക്കെ റെഡിയായി. ചിക്കനെ മുറുക്കിയാണ്. ബിരിയാണി റെഡിയായി. ചൂടാണ് ചിരിക്കുട്ടാ. കണ്ടില്ലേ, ചിക്കനും ഉരുളക്കിഴങ്ങും മുട്ടയും എല്ലാം ഉണ്ട്. ഇതാ, ഇത് നമ്മൾ പൊതി കെട്ടിയിട്ടത് അതിന് വേവാൻ. ഇനി മാമ ഇതിൽ ചോറ് ചിക്കനായിട്ട് തരാം കേട്ടാ. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു കോഴിമുട്ട എല്ലാം തരാതാ മാമ. ഇതാ ശരിക്കുട്ടാ. ഇത് കണ്ടില്ലേ ഷിജ, ഇതാ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. മാമ ഇതൊക്കെ വെന്ത് ശരിക്കുട്ട നന്നായിട്ട്. കടിച്ച ഇങ്ങനെ കടിച്ച അങ്ങനെ കടിച്ച. ചൂടുണ്ടാ? ചെയ്യാതെ എടുത്തോ. ഇവിടെ ഇരുന്നോ. ഇറച്ചിയൊക്കെ നന്നായി വെന്തു. ഭയങ്കര ചൂടാണ്. സൂപ്പറായി വെന്തിട്ടുണ്ട്. ഉണ്ടേ, ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ശരിക്കുട്ട കരച്ചിലൊക്കെ പോയിപ്പോ. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു? ശരി എന്നാ. സിജുവിന് കുറച്ച് ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ തീ കത്തിക്കുമ്പോൾ പുകയൊക്കെ ഇങ്ങനെ കണ്ണിക്ക് അടിച്ചപ്പോൾ അവനിക്ക് ജലദോഷം കൂടുതലായി. അങ്ങനെ വിഷമമായിട്ടാണ് കരഞ്ഞത്. പിന്നെ അവരിൻ്റെ വിഷമങ്ങൾ നമ്മളടുത്ത് പറഞ്ഞറിയിക്കാനൊന്നും അവർക്ക് അറിയില്ല. അവർക്കിങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടായി ജലദോഷമൊക്കെ വന്ന് കരയൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ കാണിക്കുമ്പോഴാണ് നമുക്കറിയാം. അതുവരെ നമുക്ക് അതിനെപ്പറ്റി എന്താണ് അവൻ്റെ പ്രശ്നങ്ങളെന്ന് അവർക്ക് പറയാനും അറിയില്ല, നമുക്ക് മനസ്സിലാക്കാനും അറിയില്ല. അപ്പോൾ അത് കൂടുതലാകുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയുക. അങ്ങനെ കൂടുതലായപ്പോഴാണ് സിജു കരഞ്ഞത്. സിജു കരഞ്ഞ് ദേഷ്യം കാണിച്ചപ്പോൾ നമ്മൾ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവൻ്റെ ബുദ്ധിമുട്ട് സമയത്ത് നമ്മൾ നിർബന്ധിക്കുമ്പോഴാണ്
അവൻ കയ്യിൽ കടിച്ചപ്പോൾ എനിക്ക് ബിരിയാണിയൊക്കെ ഒന്നും തരില്ല എന്നൊക്കെ പറഞ്ഞു. എന്തിനാ കയ്യിൽ കടിച്ച്? സിജുവിന് ബിരിയാണിയും തരില്ല സിജുവിൻ്റെ ഉമ്മ പറഞ്ഞു. അപ്പോഴാണ് സിജുവിന് സങ്കടമായി. അങ്ങനെ സങ്കടമായിട്ടാണ് സിജു കരഞ്ഞത്. ബിരിയാണി കിട്ടിയില്ലെങ്കിലോ പറഞ്ഞിട്ടുള്ള സങ്കടമായിട്ട് പിന്നെ സിജുവിന് അങ്ങനെ കരച്ചിൽ വന്നു. അങ്ങനെയാണ് സിജു കരഞ്ഞത്. ഇവർ നിഷ്കളങ്കരായ കുട്ടികളാണ്. അങ്ങനെ ഇവരെ കൊണ്ടുള്ള ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും അനുഭവിക്കുന്നത്. പിന്നെ സിജു ഒക്കെ അത്രയും കുറവാണ്. അവനിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ മാതിരിയില്ല. ഇപ്പം നമ്മൾ അവനെ ചീത്ത പറഞ്ഞാലൊക്കെ അറിയും. ദേഷ്യപ്പെട്ട് പറയുക, മോൻ കറുപ്പിച്ച് പറയുക, നമ്മുടെ മുഖഭാവങ്ങൾ മാറുക, ഇതെല്ലാം അവർക്ക് അറിയും. നമ്മൾ മുഖഭാവം മാറ്റിയിട്ടൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞ അപ്പം അവർക്ക് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പം നമ്മൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവർ മുമ്പർത്ത് ചിരിച്ചിട്ടേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ പ്രത്യേകതകൾ അവരുണ്ടാക്കും. മുമ്പൊക്കെ സിജു അങ്ങനെയാണ് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നാൽ എല്ലാം വാരി വലിച്ചെറിയും, നശിപ്പിക്കലും അക്രമ സ്വഭാവം കാണിക്കും. ഇപ്പം അവനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ പറഞ്ഞാൽ എല്ലാം മനസ്സിലാകും. നേരത്തെ പറഞ്ഞാലും മനസ്സിലാവില്ല, അങ്ങനത്തെ സ്ഥിതിയൊക്കെയായിരുന്നു. ഇപ്പോൾ അവൻ്റെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഇതിന് ചീത്ത പറഞ്ഞപ്പോൾ അവനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് അവനിക്ക് സങ്കടവും വിഷമങ്ങളൊക്കെ ആയത്. പിന്നെ ബിരിയാണി തരില്ല എന്നും കൂടി പറഞ്ഞപ്പോൾ നല്ല സങ്കടമായി. അതാണ് സിജുവിന് ഒരുപാട് വിഷമമായത്. സിജുവൊക്കെ ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മ നല്ല സ്വഭാവത്തിൽ പെരുമാറണം അവനെ കൊണ്ട്. ഇല്ല കുട്ടാ, അവരാ സിജു നല്ല കുട്ടിയാണ്. അവരാ മനമിണ്ടോ ആ മറ്റേ ചക്കരക്കുട്ടിയല്ലേ? സിജുന്റെ ബിരിയാണി ഒക്കെ തന്നില്ലേ? നോക്ക്, മാമാനെ കടിക്കാൻ പോണ്. അങ്ങനെ ചെയ്യണ്ട. സിജു നല്ല കുട്ടിയല്ലേ? സിജു നല്ല കുട്ടിയാണ്. മാമാന്റെ സിജു നല്ല കുട്ടിയാണ്. മനമുണ്ടോ? ആ നല്ല കുട്ടിയാണ്. സിജു ബിരിയാണിയൊക്കെ കഴിച്ചു അല്ലേ? അവരാ